ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അതിനകത്ത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ഒരു വീഡിയോസ് ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തുന്നത്, അപ്പോൾ ആ ഒരു കാണുന്ന വ്യക്തികൾക്ക് ഇതിൽ വരുന്ന സിറ്റുവേഷൻസും എനർജീസും ക്ലൂസും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ സാധിക്കാൻ പോകുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലോസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളെക്കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. ആ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളമാണോ ഉണ്ടാക്കുന്നത്, ആ ഒരു എനർജിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് സോഴ്സ് ആണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഒരു വഴി അന്വേഷിച്ച് നടന്നത്, നമുക്ക് ആദ്യമേ തന്നെ അതിനുള്ള ഒരു സോഴ്സ് ലഭിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മൊത്തത്തിൽ നിങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഭവിച്ച് വന്നിരിക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത്. കർമ്മപരമായിട്ടെന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ജന്മത്തേക്കാൾ കൂടുതൽ കഴിഞ്ഞ ഒരു ജന്മത്തിലാണെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു കംപ്ലീഷനിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദയനീയമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ്. നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളിലാണെങ്കിലും, നിങ്ങളിപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ രീതിക്കും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു തന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യാനുണ്ടായ ഒരു മെയിൻ റീസൺ, അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലീവ്സ് ആയിട്ടാണ് കാണുന്നത്. കർമ്മപരമായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഒരു അനുഭവത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ അതിന്റെ ഒരു കംപ്ലീഷൻ സ്റ്റേജിലാണ്. ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ഇനി ഇതിൽ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോ നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളുടെ എല്ലാത്തിന്റെയും ഒരു അവസാനം എന്നുള്ള രീതിക്ക് നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു അതിനുള്ള ഒരു പുതിയ സോഴ്സ്, ഒരു പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുകയാണ്. ആ ഒരു പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തരുന്ന ഒരു ഗൈഡ് ആണ്. നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഏഞ്ചൽസിന്റെ രൂപത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. ഒരു ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ ലൈഫിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ എന്ത് ഗോളിന്റെ പുറകെയാണോ പോയത്, ആ ഒരു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു സമയം. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട അടുത്ത് നിന്നും ഒരു ഹയർ എനർജിയിലേക്ക് നിങ്ങൾ എടുത്ത് കാല് വെക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നൊക്കെ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ, ലവ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്കാണ് നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ, അതെല്ലാം തന്നെ നിങ്ങളുടെ ഹേർട്ടിനെ വളരെയധികം ബ്രേക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് വന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. കാരണം നിങ്ങളുടെ കർമ്മയുടെ ഒരു കംപ്ലീഷൻ സ്റ്റേജിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസിങ് കൈവരാനായിട്ട് പോവുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് പാത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഡിവൈൻ ആയിട്ട് ഒരുപാട് അടുത്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുപാട് വിശ്വാസത്തോടു കൂടി യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിരിക്കാം. എത്രത്തോളം താഴത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും ഒരു ഹോപ്പ് വെച്ചിട്ട് പോകുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിഷ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്,
നിങ്ങൾക്ക് നടക്കാനായിട്ട് പോകുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്കിവിടെ സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു സോഴ്സ്, അത് നേടാനുള്ള ഒരു സോഴ്സ് നിങ്ങളിലേക്ക് ഈ ഒരു ഡിവൈൻ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ എത്തിച്ചിരിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം നേടാനുള്ള ഒരുപാട് വഴികൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ തെളിയുന്ന ഒരു അവസ്ഥ. അതിപ്പോ ഒരു ജോലി നോക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം പോലെ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ജോലി നോക്കുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ഗൾഫ് പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പ് എവിടേക്കാണോ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് നിരന്തരമായിട്ട് ട്രൈ ചെയ്തിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെല്ലാം തടസ്സങ്ങളായിരിക്കും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പോസിബിലിറ്റീസ് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കാനായിട്ട് പോകുന്നു. നിങ്ങൾ ഇവിടെ നിന്നും നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറന്നുയരാനായിട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത്. അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ കർമ്മ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു കർമ്മ കംപ്ലീഷനിലൂടെ നിങ്ങൾ പുറത്തേക്ക് വരുന്നത് തീർത്തും ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു പുതിയ വ്യക്തിയായിട്ടാണ് നിങ്ങൾ കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനകൾക്ക് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവസാനം വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രത്തോളം ഇനിയൊന്നും വേദന സഹിക്കാനില്ല, ശരിയായിരിക്കാം, കാരണം നിങ്ങളുടെ ഒരു കംപ്ലീഷൻ സ്റ്റേജ് ആണ്. നിങ്ങൾ ഇതെല്ലാം ഫാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന വ്യക്തികൾ തന്നെയാണ്. അതിലൂടെ എല്ലാം കടന്നു വന്നിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഇത്രത്തോളം ഒരു വേദനാജനകമായ അല്ലെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നിട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു തടസ്സങ്ങളുടെ എല്ലാം മതിൽ പൊട്ടിച്ചിട്ട് നിങ്ങളായിട്ട് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ പുറത്തേക്ക് എത്തിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഒരു ചേഞ്ചസ് പീരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു പീരീഡിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. നമുക്കിവിടെ കറേജ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഈ വരണ്ട ഭൂമിയിൽ നിന്നും ഈ ഒരു പുഷ്പം, ഈ ഒരു ചെടി തളിർത്ത് കിളിർത്ത് വലുതായി നിൽക്കുന്നു അല്ലെങ്കിൽ ഫ്ലവറിങ്, അതിൽ പൂക്കൾ വന്നിട്ട് വിടർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ഈ ഒരു വരണ്ട ഭൂമിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വളർച്ച ഉണ്ടായിരുന്നില്ല, മുരടിച്ചു പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. ഇപ്പൊ ജോലി സംബന്ധമായാലും ജീവിത സംബന്ധമായാലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ അതിൽ തളർന്നു വീണിട്ടുണ്ട്. എങ്കിലും വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും ട്രൈ ചെയ്യുക. അപ്പോഴൊക്കെയും നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോണിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ഹോപ്പ് തന്നെയാണ് നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നട്ടു വളർത്തിയ അല്ലെങ്കിൽ നട്ട് നനച്ച ഈ ഒരു സ്ഥലത്ത് നിന്നും ഈ ഒരു വരണ്ട ഭൂമിയിൽ നിന്നും തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു കറേജ് അല്ലെങ്കിൽ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുപോലെ തന്നെ ഈ ഒരു പൂക്കളെ പോലെ തന്നെ വിടർന്നു വരാനായിട്ട് വരുന്ന സമയം, ആ ഒരു ടൈമിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിരുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്ന നിമിഷം, നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതും വൈകാരികമായ ഒരു ജീവിതത്തിന്റെ തുടക്കമായിട്ടാണ് കാണുന്നത്. 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കർമ്മ പാസ്റ്റ് അല്ല, നിങ്ങളുടെ ഒരു കഴിഞ്ഞ കാലത്തില് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ജീവിതം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിപ്പിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലെയും നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ, നിങ്ങളിപ്പോൾ വിവാഹിതരായിട്ടുള്ള വ്യക്തികളല്ല, ലവേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു past life connection നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നുന്നതാണ്. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരാനിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രണയബന്ധത്തിൽ നിന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു പ്രണയവുമായിട്ട് തിരിച്ചെത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാവാനായിട്ട് പോകുന്ന സമയമായിട്ടാണ് കാണിക്കുന്നത്.
നിങ്ങളുടെ നഷ്ടപ്രണയം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു കിട്ടുന്ന ഒരു സമയം. ഇനി അല്ല നിങ്ങളൊരു റിലേഷൻഷിപ്പ്, നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പിലാണോ നിങ്ങൾ നിന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഈ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കയറി വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു നിങ്ങളൊരു കംഫർട്ട് സോണിൽ പോയ വ്യക്തികളാണ് രണ്ടുപേരും. പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രോബ്ലംസ്, നിങ്ങൾക്കിടയിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ്, സഡൻ ആയിട്ട് വന്നിരുന്ന പ്രശ്നങ്ങൾ. അതോടുകൂടി നിങ്ങളുടെ ബന്ധം പൂർണ്ണമായിട്ടും ക്ലോസ് ആയി പോയൊരവസ്ഥ. നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നിങ്ങൾ വിഷ് ചെയ്യുന്ന ആ ഒരു കാര്യം ഈ ഒരു ബ്രേക്ക് ത്രൂയിലൂടെ, ഈ ഒരു കറേജിലൂടെ, നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പുതിയൊരു തുടക്കമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു ന്യൂ ലൈഫാണ് നിങ്ങളെ സംബന്ധിച്ച് സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത്. ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട്. നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നിങ്ങളുടെ ഒരു സാക്രൽ ചക്ര എല്ലാം തന്നെ ഓപ്പൺ ആയി നിൽക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ ചക്രാസ് ഓപ്പൺ ആയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്ട് ആയത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിരന്തരമായ ഒരു പ്രാർത്ഥനയും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നു. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. എത്രത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായി ബ്രേക്ക് ആയി പോയ വ്യക്തികളാണ് എങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചെത്തുമെന്നുള്ളത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്കുള്ള ജീവിതം മുന്നോട്ടേക്ക് ജീവിച്ചുകൊണ്ടിരുന്നതും പ്രാർത്ഥനയിലൂടെ പോയിക്കൊണ്ടിരുന്നതും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്ട് ആയിട്ട് ഈ ഒരു പ്രസന്റിൽ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സക്സസ് ലൈഫ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം തന്നെ ഈ ഒരു ഡിവൈൻ ടൈമിൽ ഡിവൈനായിട്ട് ഇടപെട്ട് തന്നെ ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ കാര്യത്തിൽ പറയുവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് നിങ്ങൾക്കിടയിലും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്, ആ രണ്ട് വ്യക്തികളും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള തെറ്റിദ്ധാരണകളെല്ലാം തന്നെ ഈ ഒരു പ്രപഞ്ച ശക്തിയുടെ ഇടപെടലിലൂടെ നിങ്ങൾക്കിപ്പോൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം തന്നെ നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഫുൾഫിൽമെന്റ് പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷ് നിങ്ങളിലേക്ക് നിറഞ്ഞു വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും സ്ട്രെങ്ത് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യലി കാര്യങ്ങളിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു പ്രണയമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്പത്ത്, നിങ്ങളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ നിരന്തരമായിട്ട് കഷ്ടപ്പെടുന്നു, അതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പുറത്തേക്കൊക്കെ ജോലി നോക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഉയർച്ചയിലേക്ക് എത്തണം എന്ന് കരുതിയിട്ട് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഫ്ലോപ്പ് ആയിട്ട് വീണ്ടും വീണ്ടും അതിലൊരു ഉയർത്തെഴുന്നേൽപ്പ് വേണം എന്നൊക്കെ കരുതിയിട്ട് ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് വരികയാണ്. ആ ഒരു സോഴ്സ്, ഈ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സൈൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. 9 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ രീതിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അത് പുറത്തേക്ക് മാത്രമല്ല, നിങ്ങൾ നാട്ടിൽ തന്നെ ആണെങ്കിൽ, നാട്ടിൽ നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതായത് നിങ്ങൾക്കൊരു അധികാര പടവിലുള്ള ജോലി തന്നെ ആയിരിക്കാം ലഭിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ കരുതിയതിനേക്കാൾ കുറച്ച് കൂടുതൽ നല്ലൊരു ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ജോലിയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വീണ്ടെടുക്കാനായിട്ട് പോകുന്ന ഒരു സമയം. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചിട്ട് നിങ്ങൾ അതിന് നിരന്തരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു നല്ല ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ആയിരിക്കുന്നത്.
ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഉയർച്ച വരാനായിട്ട് പോവുകയാണ്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കടമോ കാര്യങ്ങളോ ഒക്കെ പണമായിട്ടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദ്രവ്യമായിട്ടോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചു ലഭിക്കാൻ പോകുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്ങിലൂടെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയ വ്യക്തികളായിട്ട് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർത്തും ഒറ്റപ്പെട്ടിട്ട് ആരും തന്നെ സഹായിക്കാൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾക്ക് ഉണ്ടായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ടൈമിലെല്ലാം തന്നെ നിങ്ങൾ ഏകമായിട്ട് ആശ്രയിച്ചിരുന്നത് ഈ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നോക്കുമ്പോൾ കണ്ണടച്ചാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കണ്ണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കണ്ണ് തുറന്നിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു തല ഉയർത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു ദൈവിക ശക്തിയുടെ കണ്ണ് തുറന്നുള്ള അവസ്ഥ തന്നെയാണ്. അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാവിധ പോസിബിലിറ്റീസും എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ജോലിയാണെങ്കിലും സമ്പത്താണെങ്കിലും കരിയർ ആണെങ്കിലും സ്നേഹമാണെങ്കിലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്ന ഒരു സമയമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ ഉള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ജീവിച്ചിരുന്ന ഒരു വ്യക്തികളായിരിക്കാം. ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിക്ക് മുന്നോട്ട് വന്ന ഒരു വ്യക്തികൾ തന്നെയായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വന്ന ഈ ഒരു കർമ്മയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പാസ്റ്റ് ലൈഫിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് വന്നൊരു കാര്യങ്ങളാണ്. സഡൻ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ലോസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ പോയത് ജോലി മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ നഷ്ടപ്പെട്ടു. എല്ലാ രീതിക്കും നിങ്ങളൊരു എന്താ പറയുക ഒരു ഐസൊലേഷൻ പീരീഡ് ആ ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു. മൊത്തത്തിൽ ഫ്രീസ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ആ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളൊരു അധികാര രീതിയിലേക്കാണ് എത്താനായിട്ട് പോകുന്നത്. കുറച്ചൊരു അധികാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ട് തന്നെ നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒട്ടും തല താഴ്ത്താതെ ജീവിച്ച ഒരു വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അട്രാക്റ്റ് ആകുന്നത്. നിങ്ങളുടെ ബ്ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇമോഷണലി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്കേജസ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ട് നിങ്ങൾക്കൊരു ഹയർ എനർജിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാർമിക് കംപ്ലീഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സക്സസ് ആണ് വരുന്നത്. നിങ്ങൾ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കാനുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം. ഒരു ഫ്രഷ് സ്റ്റാർട്ട്. ഒരു ഫയർ എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ കേറാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് കാൽവെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ജേർണി ആണ് വരാനിരിക്കുന്നത്. എല്ലാവിധ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയും അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചക്രാസ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സൺ തന്നെയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇല്ലാത്തവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗാർഡിയനെ അയക്കുന്ന ഒരു എനർജി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ ഒരു മാലാഖയുടെ രൂപത്തിൽ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട വ്യക്തികളെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലവരുടെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി ഭയങ്കര ലോ ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയെല്ലാം റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി കടന്നു വരാൻ പോവുകയാണ്. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന പേഴ്സൺ തന്നെയായിരിക്കാം. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാനായിട്ട് വരാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അവരൊരു കാരണമായി തീരുകയാണ്. അതെന്ന് പറയുന്നത് ഒരു ഡിവൈന്റെ തീരുമാനം തന്നെയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഡിവൈൻ തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് അട്രാക്റ്റ് ആവുന്നത് പോലും. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ടെലിപതി കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ദൈവിക ശക്തിയോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് തീർക്കുമ്പോൾ നിങ്ങൾ അതോടൊപ്പം തന്നെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്.
അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ആവുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ന്യായമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്പിരിറ്റ് ഗൈഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളൊരു ന്യൂ പാത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു പുതിയ ട്രാവലിംഗിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ന്യൂ ഡിസിഷൻ, ആ ഒരു ന്യൂ ഡിസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഇപ്പൊ പല കാര്യങ്ങളിലും ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയം. ഇതുവരെ നിങ്ങളൊരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ഫ്ലോയിലൂടെ പോകുമ്പോഴും നിങ്ങൾ ഈ ഒരു ഡിവൈൻ ആയിട്ട് ഒരുപാട് അടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ജഗ്ലിംഗ് സ്റ്റേജ് എല്ലാം തന്നെ മാറിയിട്ട് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് റിലീസ് ആയിട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഡിവൈൻ സൈക്കിൾ പ്രവേശിക്കുകയാണ്. ആ ഒരു ഡിവൈൻ സൈക്കിളിലൂടെ നിങ്ങളുടെ നെഗറ്റീവ് എനർജീസിനെ എല്ലാം തന്നെ നിങ്ങൾക്ക് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സറണ്ടർ ആവുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ മൈൻഡ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അവിടെ നിന്നും നിങ്ങളുടെ ഒരു ന്യൂ പാത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹമായാലും സമ്പത്തായാലും എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നു. ഈ ഒരു ഡിവൈൻ ആയിട്ട്, ഈ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണെന്ന് പറയാം ഈ ഒരു ജന്മം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഡൗൺ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സീറോ സ്റ്റേജിൽ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റീബർത്ത് ആണ്. ഒരു പുതിയ ജന്മമാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ കാർമിക് കംപ്ലീഷൻ ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ വൈകാരികമായ ഒരു ജീവിതത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. ആ ഒരു തുടക്കം എന്ന് പറയുന്നത് എല്ലാ രീതിയിലേക്കും നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത, നിങ്ങൾ ആഗ്രഹിച്ച്, നിങ്ങൾ ഡ്രീം ചെയ്ത ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പുതിയ വഴിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു പുതിയ വഴിയുടെ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന്റെ ഫലം അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ കാത്തിരിപ്പ് അവിടെ തീർന്നിട്ട് നിങ്ങളിലേക്ക് സണ്ണാണ്, സക്സസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു സക്സസിനെ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന അതേ പാത്തിലൂടെ, നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന വഴി കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്തായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിരന്തരമായിട്ട് എന്തായാലും ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന വ്യക്തികളായിരിക്കാം. നിരന്തരമായിട്ട് ആ റിപ്പീറ്റ് ചെയ്ത് കാണുന്നതിന്റെ ഭാഗമായിട്ട് 111 അതുപോലെ 1111 ഇതെല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കറക്റ്റ് പാത്തിലൂടെയാണ് പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിപ്പോ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ഫാമിലി വൈസ് ആയുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു മുക്തി കൈവന്നിരിക്കുന്നു. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ ഒരു ഡെവിൾ എനർജി നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരാനായിട്ട് പോകുന്നു. ആ ഒരു ന്യൂ ബിഗിനിങ്ങിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഫ്ലവറിംഗ് ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അഗെയിൻ നമുക്കിവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ലൈഫ് ഇതുവരെ ഇല്ലാതിരുന്ന രീതിയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ നല്ലൊരു കാലം നിങ്ങൾക്ക് ഉണ്ടായിട്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല കാലങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അഗെയിൻ തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ട്രസ്റ്റോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് എന്താണോ പറയുന്നത് ആ ഒരു ഇന്നർ വോയിസ് പറയുന്നത് അനുസരിച്ചിട്ട് പോസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങളുടെ കറക്റ്റ് ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ കഷ്ടകാലങ്ങളെല്ലാം തീരുകയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്ന കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വിഷ് ചെയ്ത ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് നോക്കാം. അതുപോലെ തന്നെ നമുക്കൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് കൂടെ നോക്കാം.
നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് അബണ്ടൻസ്, ബിഗ് ഹാപ്പി ചേഞ്ചസ്, മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്, നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന ഈ ഒരു സമയത്ത് നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന അതേ പാത്തിലൂടെ, കറക്റ്റ് ഒരു പാത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ പാത്തിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസിലൂടെ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് കടന്നു വരാൻ പോകുന്നത്. സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുകയാണ്. അതാണ് നമുക്ക് ഇന്നത്തെ ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നോക്കാം. P വന്നിട്ടുണ്ട്, A വന്നിട്ടുണ്ട്, 19 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, P again വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം, 6 വന്നിട്ടുണ്ട്, 24 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, P വീണ്ടും വന്നിട്ടുണ്ട്, അക്വേറിയസ് വന്നിട്ടുണ്ട്, ജൂലൈ മന്ത് വന്നിട്ടുണ്ട്, 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, വിത്തിൻ 6 months വന്നിട്ടുണ്ട്, V again വന്നിട്ടുണ്ട്, H വന്നിട്ടുണ്ട്, 35, മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട്, O എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 1982, പത്തനംതിട്ട, G എന്നൊരു ലെറ്റർ, ഭരണി ബർത്ത് സ്റ്റാർ ആണ്, ഓഗസ്റ്റ് again വന്നിട്ടുണ്ട്. അപ്പം ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു മന്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു മന്ത് ആയിരിക്കാം. D എന്നൊരു ലെറ്റർ, S എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, വിശാഖം വന്നിട്ടുണ്ട്, R എന്നൊരു ലെറ്റർ again വന്നിട്ടുണ്ട്. ഒരു 3 എണ്ണം കൂടെ നോക്കാം. കാർത്തിക, എറണാകുളം, H ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്ത് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ്. നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.